ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഇപ്പോഴും അത് കാലിക പ്രസക്തിയോടെ പലരും അവതരിപ്പിക്കുന്നത്. അങ്ങനെ പല നാടകങ്ങളിലും അവതരിപ്പിക്കാൻ കഴിയും. അത് സംവിധായകൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയാണ്. നാടകകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് പുള്ളി സംവിധായകന് എന്തെങ്കിലുമൊക്കെ അധികമായി സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് തോന്നലുണ്ടാകുമ്പോൾ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നാടകത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. കാർമാസിനെ പോലെ തോന്നിക്കുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ ഡയലോഗ് പറയിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് യാദർശ്യമായിട്ട് സംഭവിച്ചതാണ്. അല്ല വേറെ അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത താടി വളർത്തി ഒരു പള്ളിയുടെ അച്ഛൻ്റെ വേഷം ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രമേശനോട് താടി വളർത്താൻ ആവശ്യപ്പെട്ടത്. ആ നാടകം നടന്നില്ല. റിഹേഴ്സലിൻ്റെ ഒരു ഘട്ടത്തിൽ ആണ് ഈ കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായത്. പിന്നെ അത് നിർത്തിവെച്ചു. പിന്നെയാണ് താടി എന്നാൽ നമുക്ക് ഇതിന് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് അടുത്ത നാടകത്തിന് ഉപയോഗിച്ചു. ഈ നാടകത്തിനും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് അതിനുമുമ്പ് ഞാൻ താടി വളർത്തി യഥാർത്ഥത്തിൽ അരീനയുടെ അമ്പലപ്രാവിന് വേണ്ടി മാത്രമാണ്. 2 വർഷം കളിച്ച നാടകമാണ്. ഒരുപാട് ഈ പറഞ്ഞ സമാന്തര അമേച്ചർ നാടക പ്രസ്ഥാനങ്ങൾ സജീവമായി നിൽക്കുന്നുണ്ട്. പഴയകാലത്ത് ഈ ക്ലബ്ബ് നാടകങ്ങളും വായനശാല നാടകങ്ങളിലും ഗ്രാമത്തിൻ്റെ പങ്കാളിത്തവും ഒന്നും ആ കാലത്തെപ്പോൾ ഇന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലുള്ള ഗൗരവതരമായ നാടക പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ അഥവാ തൊഴിൽ നാടക സംഘങ്ങൾക്കാണ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് പഴയ അവസ്ഥയിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതൊരു ദുരന്തമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ ആധുനിക ഈ മീഡിയയുടെ ഒരു നീരാളിപ്പിടുത്തമുണ്ട്. പിന്നെ നമ്മുടെ ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, ജനത്തിൻ്റെ ആസ്വാദന നിലവാരത്തിൽ വന്നൊരു മാനസിക. ആകാശവാണിയിൽ ഇങ്ങനൊരു അവസരമുണ്ടെന്ന് പറഞ്ഞു. ശബ്ദപരിശോധന നടത്തിയാൽ കൊള്ളാവുന്നതുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലൊരു അപേക്ഷാ ഫോറത്തിന് വേണ്ടി ഞാൻ ഒരു കത്തെഴുതി. അപേക്ഷാ ഫോം വന്നു. പിന്നെ അതിൻ്റെ 5-10 രൂപ ഫീസ് അടച്ചു. പിന്നെ വോയിസ് ടെസ്റ്റിന് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ നമ്മളൊരു സാധനം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു നാടകത്തിൻ്റെ ഒരു പീസ് ഏതെങ്കിലും ഒന്ന് തയ്യാറായി കൊണ്ടുവരണം. പിന്നെ അവിടുന്ന് തരുന്നത് എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കണം. അങ്ങനെയാണ് കുറേ സംസ്കൃത വാക്കുകൾ ആദ്യം തന്നു. പിന്നെ ഒരു പദ്യം ചൊല്ലാൻ പറഞ്ഞു. അത് അത് തന്നിട്ട് സ്ക്രിപ്റ്റ് അനുസരിച്ച് അത് നോക്കി വായിക്കണം. പിന്നെ നമ്മൾ കൊണ്ടുപോയൊരു പീസ് അവതരിപ്പിക്കണം. അവിടുന്ന് അവരൊരു പീസ് തയ്യാറാക്കി ഒരു കോ-ആർട്ടിസ്റ്റിനെ കൂടെ തരും. എൻ്റെ കൂടെ അന്ന് അഭിനയിക്കുന്നത് CS രാധാദേവിയാണ്. അവർ ഫീമെയിൽ പോർഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. അത് അന്ന് ഞാൻ ഉപയോഗിച്ച ഒരു ഡയലോഗാണ് ഈ സമത്വവാദി എന്ന നാടകത്തിൽ ബാരിസ്റ്റർ എന്ന കഥാപാത്രം പറയുന്നത്. ബാരിസ്റ്റർ